സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യവചനം സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. സ്തുതികളിൽ മഹത്വത്തിൽ ഉന്നതങ്ങളിൽ വസിക്കുന്ന മഹാദൈവം നീയല്ലയോ. സ്തുതികളിൽ മഹത്വത്തിൽ ഉന്നതങ്ങളിൽ വസിക്കുന്ന മഹാദൈവം നീയല്ലയോ. നീ മാത്രമേക സത്യ ദൈവമെന്നറിയുവാൻ കൃപ തന്നതിനായി നിന്നെ സ്തുതിച്ചിടുന്നേ. നീ മാത്രമേക സത്യ ദൈവമെന്നറിയുവാൻ കൃപ തന്നതിനായി നിന്നെ സ്തുതിച്ചിടുന്നേ. സ്തുതികളിൽ മഹത്വത്തിൽ ഉന്നതങ്ങളിൽ സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. രക്ഷ മനുഷ്യർക്ക് അസാധ്യം, ദൈവത്താൽ സാധ്യം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് സാധാരണക്കാരായ മനുഷ്യർ ചിന്തിക്കും. മനുഷ്യർ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ യുക്തിചിന്തകൾ കൊണ്ട് പലതും നേടിയെടുക്കാൻ സാധിക്കും, എല്ലാ നേട്ടങ്ങളും കൊയ്തെടുക്കാൻ സാധിക്കും എന്നാണ് മനുഷ്യർ ചിന്തിക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് PhD നേടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പണം ഉള്ള ആളുകൾക്ക് നല്ല വീടുകൾ വെക്കാൻ സാധിക്കും, മനോഹരമായ കെട്ടിടങ്ങളിൽ അവർക്ക് താമസിക്കാൻ കഴിയുന്നുണ്ട്. കൂടാതെ നല്ല വാഹന സൗകര്യങ്ങൾ കണ്ടെത്താൻ ആളുകൾക്ക് സാധിക്കും. അതുപോലെ രാഷ്ട്രീയപരമായും ഭരണപരമായിട്ടും ഉയർച്ചകൾ നേടിയെടുക്കാൻ മനുഷ്യന് കഴിയുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു മനുഷ്യൻ ഉയർന്നാൽ രാജ്യത്തിൻ്റെ പ്രഥമ പൗരനായിട്ട് മാറാൻ പോലും സാധിക്കും. അതുപോലെ തന്നെ വാന നിരീക്ഷണങ്ങൾ നടത്തി ശാസ്ത്രീയമായിട്ടുള്ള മാറ്റങ്ങൾ കൊയ്തെടുക്കുവാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നൂറ്റാണ്ടിൽ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് നക്ഷത്രങ്ങളിൽ പോയി താമസിക്കാം എന്ന ചിന്ത പോലും മനുഷ്യനുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും മനുഷ്യൻ നേട്ടങ്ങൾ കൊയ്തെടുത്ത് മനുഷ്യനെല്ലാം സാധിക്കുമെന്ന ചിന്തയിലാണ് ഇക്കാലത്ത് മനുഷ്യരുള്ളത്. അത് എല്ലാ മനുഷ്യനും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ കാലത്ത്. എന്നാൽ ഈ ലോകത്തിലെ എല്ലാ നേട്ടങ്ങളും കൊയ്തെടുക്കുമ്പോൾ അവനെ ആത്മരക്ഷ പ്രാപിക്കാൻ കഴിയാതെ മനുഷ്യൻ്റെ തീവ്രമായ പ്രവർത്തനങ്ങളൊന്നും അവനെ ആത്മരക്ഷയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നില്ല. അതുകൊണ്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ എന്ത് ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൂടാ. പാവപരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ പല മതകർമ്മങ്ങളും ചെയ്യുന്നതും, നോമ്പ് നോക്കുന്നതും, നേർച്ച കാഴ്ചകൾ ചെയ്യുന്നതും, അതുപോലെ തന്നെ മലകൾ കയറുന്നതും ഒക്കെ മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളായി നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇതുകൊണ്ടൊക്കെ മനുഷ്യന് ആത്മരക്ഷ നേടാൻ സാധിച്ചിട്ടുണ്ടോ? ലോകത്തെ പല നിലകളിൽ മാറ്റിമറിച്ച മനുഷ്യൻ, കണ്ടുപിടുത്തങ്ങൾ ചെയ്ത മനുഷ്യൻ, വാന നിരീക്ഷണം ചെയ്ത മനുഷ്യൻ, പണം കൊണ്ട് മനോഹരമായ വീടുകൾ പണിത മനുഷ്യൻ, ഇതെല്ലാം സ്വന്തം ശക്തി കൊണ്ട് നേടിയെടുത്തു എന്ന് സ്വയം അഹങ്കരിക്കുമ്പോൾ ആ ഒപ്പം തന്നെ മനുഷ്യന് അസാധ്യമല്ലാത്ത ഒന്നാണ് ആത്മരക്ഷ. അതും സ്വയം നേടുവാൻ വേണ്ടി മനുഷ്യൻ ശ്രമിക്കുകയാണ്. അതാണ് മനുഷ്യൻ്റെ മതകർമ്മങ്ങളിലുള്ള മനുഷ്യൻ്റെ
ആ വലിയ മതകർമ്മങ്ങൾ ചെയ്ത് അതിലൂടെ നേടിയെടുക്കാനുള്ള വിപുലമായ ശ്രമമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാസ്തവത്തിൽ ഈ അനുഷ്ഠാനങ്ങളുടെയൊക്കെ ആവർത്തനമാണ് സാധാരണ ഒരു മനുഷ്യൻ്റെ ആത്മീക ജീവിതം എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ എല്ലാ നേട്ടങ്ങളും കൊയ്തെടുത്ത മനുഷ്യൻ അനുഷ്ഠാനങ്ങളിലൂടെ അവൻ്റെ ആത്മരക്ഷയും സ്വന്തമാക്കുവാനുള്ള വിപുലമായ ശ്രമമാണ്. എന്നാൽ ഈ വിധത്തിലുള്ള മനുഷ്യൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് മനുഷ്യന് പാപമോചനവും രക്ഷയും നേടിത്തരുവാൻ സാധിക്കുമോ എന്ന ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. എന്നാൽ മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് തൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ മനുഷ്യർക്ക് സാധിക്കുമോ, ആർക്ക് സാധിക്കും എന്ന ചോദ്യം. ഈ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. അതിന് കർത്താവായ യേശു ക്രിസ്തു അവിടെ മറുപടി പറയുകയാണ്, മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനുഷ്യർക്ക് അസാധ്യമാണ് രക്ഷ പ്രാപിക്കുവാൻ. ലോകത്തിലെ എല്ലാം നേടിയെടുത്ത മനുഷ്യൻ, ആകാശത്ത് പോയി താമസം ഉറപ്പിക്കുവാൻ ചിന്തിക്കുന്ന മനുഷ്യൻ, അങ്ങനെ എല്ലാ നിലയിലും അഗ്രഗണ്യനായ മനുഷ്യന് ഒരു കാര്യം മാത്രം സാധിക്കില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറയുകയാണ്. ആത്മരക്ഷ സ്വന്തമായി നേടിയെടുക്കുവാൻ മനുഷ്യന് അസാധ്യം എന്നാണ് യേശു ക്രിസ്തു അവിടെ പറഞ്ഞത്. ഒരുപക്ഷെ ആർക്ക് സാധിക്കുമെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അതിനു മുമ്പ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആത്മരക്ഷയ്ക്ക് വേണ്ടി അനവധി പ്രമാണങ്ങൾ അനുസരിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അവന് തോന്നിയതുപോലുള്ള പ്രമാണങ്ങൾ അനുസരിച്ച് അതിലൂടെ ആത്മരക്ഷ പ്രാപിക്കാമെന്ന് ചിന്തിക്കുന്ന മനുഷ്യനോട് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, മനുഷ്യർക്ക് അസാധ്യം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ലോകത്തിലെ മനുഷ്യരെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, എല്ലാ മനുഷ്യരും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആളുകളാണ്. ദൈവം പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ ലംഘിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അതിന് സാധാരണ പറയാറുള്ളത് മനുഷ്യൻ പാപിയാണ് എന്നാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതുകൊണ്ട് പാപിയായൊരു മനുഷ്യന് സ്വയം രക്ഷ പ്രാപിക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് മനുഷ്യർക്ക് അസാധ്യം എന്ന് പറഞ്ഞത്. രക്ഷ പ്രാപിക്കുവാൻ ഇന്ന് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അസാധ്യമാണ്. നമുക്ക് ലോകത്തിൽ നോക്കിയാൽ മനുഷ്യനെക്കുറിച്ച് നമ്മൾ പഠനം നടത്തിയാൽ നമുക്കറിയാം, വിദ്യാഭ്യാസമുണ്ട്, വാന നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്, ശാസ്ത്രവിജ്ഞാനമുണ്ട്, ലോകത്തിൽ ഒരുപക്ഷെ പ്രഥമ പൗരനായിരിക്കാം, നേട്ടങ്ങൾ പലതും കൊയ്തെടുത്ത വ്യക്തിയായിരിക്കാം. പക്ഷേ എല്ലാ മനുഷ്യനെയും ഒന്നു ചേർത്തുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ പറയുകയാണ് മനുഷ്യൻ പാപിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പാപിയായ മനുഷ്യന് ഒരിക്കലും സ്വയം ആത്മരക്ഷ പ്രാപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് യേശുക്രിസ്തു പറയുകയാണ് മനുഷ്യന് അസാധ്യം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഭാപ്രസംഗി പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നത്, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനുമില്ല. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനുമില്ല. നീതിമാൻ എന്ന് പറയുന്ന ആളിനെയും ദൈവം തൻ്റെ എക്സ്റേ കണ്ണുകൾ ഉപയോഗിച്ച് താൻ നോക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യൻ പാപിയാണ്. നീതിമാനിൽ പോലും പാപം കണ്ടെത്തുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നന്മ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ലോകത്തിലെ എല്ലാ വ്യക്തികളും പാപികളായതുകൊണ്ട് പാപികൾക്ക് നിത്യമായി ദൈവം ഒരുക്കിയിട്ടുള്ള രക്ഷ സ്വന്തമായി നേടിയെടുക്കാൻ കഴിയില്ല. ഇന്ന് ലോകത്തിൽ നടക്കുന്ന കൊള്ളയും കൊലപാതകവും അതുപോലെ ഭവന വേദനങ്ങളും അതുപോലെ തന്നെ കുടുംബ വഴക്കുകളും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങളും കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്നതും തട്ടിക്കൊണ്ടുപോക്കും പണത്തിനു വേണ്ടി നടത്തുന്ന വെട്ടിപ്പുകളും അതുപോലെ മദ്യം കഴിച്ച് ശരീരം നശിപ്പിക്കുന്നതും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കോളേജിലും സ്കൂളുകളിലും ഒക്കെ നടക്കുന്ന മദ്യവിപണനം അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ വലിയ ആസക്തിയിലേക്ക് യുവതലമുറ അധപ്പതിക്കുന്നത്, ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ആത്മാവിനെ കീഴടക്കുന്ന പാപമാണ് അതിന് കാരണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ പാപത്തെ പരിഹരിക്കുവാൻ വേണ്ടി മതങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ആശയങ്ങളാണ് മതങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ. അതിലൂടെ പാപമോചനം പ്രാപിക്കാമെന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. പക്ഷേ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ് മനുഷ്യന് അസാധ്യമാണ്, സ്വയമായി രക്ഷപ്പെടുക അസാധ്യമാണ്. അത്രത്തോളം അവൻ കഠിന വിപത്തിലാണ് പെട്ടിട്ടുള്ളത് എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നാം ചെയ്തിട്ടുള്ള എല്ലാ പാപത്തിൽ നിന്നും
ഒരു മാനസാന്തരം ആവശ്യമുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കൊണ്ട് നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കില്ല എന്ന് വളരെ വ്യക്തമാണ്. മനുഷ്യൻ പാപിയാണ് എന്ന് വളരെ വ്യക്തമാണ്. ഈ പാപിയെ സംബന്ധിച്ചിടത്തോളം പാപിക്ക് ദൈവം നൽകുന്ന ശിക്ഷ അവൻ അനുഭവിക്കാതെ പറ്റില്ല. പാപത്തിൻ്റെ ശിക്ഷ മരണം എന്നാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പാപിയായ മനുഷ്യൻ മരിച്ച് എന്നേക്കും ദൈവത്തിൽ നിന്ന് അകന്ന് മാറി നിത്യമായ ശിക്ഷ അനുഭവിക്കേണ്ട ആളാണ്. അപ്പോൾ ഇങ്ങനെ ശിക്ഷ അനുഭവിക്കേണ്ട ഒരാൾക്ക് സ്വയം എങ്ങനെ മോചനം പ്രാപിക്കാൻ സാധിക്കും? സ്വയം എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി പറയുകയാണ്, ഓരോ മനുഷ്യനും സ്വയം രക്ഷ പ്രാപിക്കുക സാധ്യമല്ല. പാപിയായ മനുഷ്യൻ സ്വയം കണ്ടെത്തുന്ന കർമ്മങ്ങളോ ആചാരങ്ങളോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കോ ഒന്നിനും മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ബൈബിൾ പറയുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങളൊരു പാപിയാണെങ്കിൽ ആ പാപത്തിൽ നിന്ന് തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട്. ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ പ്രമാണം ലംഘിച്ച ആളാണ്, ഇങ്ങനെ കുറ്റക്കാരനായി എനിക്ക് സ്വയം രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് വാസ്തവമായിട്ടും ചിന്തിച്ച് ഒരു മടങ്ങി വരണം, മാനസാന്തരപ്പെടണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഇപ്രകാരം മനുഷ്യന് രക്ഷ അസാധ്യമായിട്ട് ഇരിക്കുമ്പോൾ അവനെ തേടി വരുന്നത് ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. മരണത്തിന് ശേഷമുള്ള ന്യായവിധി അവൻ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ന്യായവിധിയിൽ നിന്ന് അവനെ മോചിപ്പിക്കുവാൻ വേണ്ടി മനുഷ്യന് അസാധ്യമായ രക്ഷ നൽകുവാൻ ദൈവം തന്നെ പദ്ധതി ഒരുക്കി. അതുകൊണ്ട് നമ്മൾ വായിച്ച ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്, മനുഷ്യർക്ക് അസാധ്യം ദൈവത്താൽ സാധ്യം. പാപിയായ മനുഷ്യന്, സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മനുഷ്യന്, അഹങ്കരിക്കുന്ന മനുഷ്യന് രക്ഷിക്കുവാൻ ദൈവം തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് പറയുകയാണ്, രക്ഷ നൽകുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ലോകത്തിലുള്ള ഏതൊരു മനുഷ്യനും അസാധ്യമായി നിൽക്കുന്ന ആത്മരക്ഷ പ്രാപിക്കുവാൻ, അത് നമുക്ക് സ്വന്തമായി നേടിയെടുക്കാൻ സാധിക്കാതെ ഇരിക്കുമ്പോൾ അത് നൽകാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഈ വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണത് ദൈവത്താൽ നമുക്ക് സാധ്യമാക്കി തീർന്നത്? ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് PhD നേടാൻ സ്വയം ശ്രമിച്ച് മനുഷ്യന് സാധിക്കും. വാനനിരീക്ഷണം നടത്താൻ സാധിക്കും. ശാസ്ത്രവിജ്ഞാന രംഗത്ത് വലിയവനായി തീരാൻ മനുഷ്യൻ്റെ കഴിവുകൾ കൊണ്ട് സാധിക്കും. ഭരണകർത്താവ് എന്ന നിലയിൽ ഒരു പ്രഥമ പൗരനായി തീരാൻ മനുഷ്യന് സാധിക്കും. അങ്ങനെ മനുഷ്യൻ്റെ കഴിവുകളും കൊണ്ട് മനുഷ്യന് നേടിയെടുക്കാൻ പലതും സാധിക്കുമ്പോൾ, നമ്മുടെ യാതൊരു പ്രവൃത്തികൾ കൊണ്ടും നമ്മുടെ യാതൊരു കഴിവുകൾ കൊണ്ടും നമുക്ക് സ്വയം നേടിയെടുക്കാൻ കഴിയാത്ത ആത്മരക്ഷ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ദൈവത്താലാണ് സാധിക്കുന്നത്. എങ്ങനെയാണ് പാപിയായ മനുഷ്യന് ദൈവത്തിലൂടെ രക്ഷ സാധിച്ചത്? ഇതാണ് ഞാൻ ഇനി നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം. പ്രിയമുള്ളവരെ, നിങ്ങൾ പാപിയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പാപത്തിന് എങ്ങനെ മോചനം പ്രാപിക്കും? അതിൽ നിന്ന് എങ്ങനെ മടങ്ങി വരാൻ സാധിക്കും? പാപിയായതുകൊണ്ട് നഷ്ടമായ ആത്മരക്ഷ എങ്ങനെ സ്വന്തമാക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ വാസ്തവമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇതാ നിങ്ങളെ രക്ഷിക്കുവാൻ തയ്യാറായി ദൈവം തന്നെ ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി. വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്, യേശു ക്രിസ്തു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. എങ്ങനെയാണ് ഈ ആത്മരക്ഷ മനുഷ്യന് ദൈവം ഒരുക്കിയത് എന്ന് നാം ചിന്തിക്കണം. ദൈവം തന്നെയായിരുന്ന വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ലോകത്തിൽ വന്നു. നാം അറിയുന്നത് പോലെ മനുഷ്യരാരും തീരുമാനിച്ച് ഈ ലോകത്തിൽ വന്നവരല്ല. ഏതൊക്കെയോ കുടുംബങ്ങളിൽ, ഏതൊക്കെയോ മാതാപിതാക്കളിൽ, ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ ആളുകൾ ജനിച്ച് വളർത്തപ്പെടുന്നു. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സൃഷ്ടിതാവിനാണ്. എന്നാൽ നാം മനസ്സിലാക്കണം, സൃഷ്ടികർത്താവ് മനുഷ്യനായി ഈ ലോകത്തിൽ വന്നത് മനുഷ്യന് അസാധ്യമായ രക്ഷ സാധ്യമാക്കി തരുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യന് ഈ ആത്മരക്ഷ സാധ്യമാക്കിയത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പാപിയായ മനുഷ്യൻ്റെ മുഴുവൻ പാപത്തിൻ്റെയും ശിക്ഷ യേശു ക്രിസ്തു ഏറ്റെടുക്കുവാൻ വേണ്ടി ലോകത്തിൽ മനുഷ്യനായി വന്നതാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോൾ മനുഷ്യൻ്റെ പാപത്തെ പരിഹരിക്കുന്ന ധാരാളം യാഗങ്ങൾ യഹൂദന്മാർ നടത്തുമായിരുന്നു. ലോകത്തിലെ മറ്റു മനുഷ്യരും പലതരത്തിലുള്ള യാഗങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ യാഗങ്ങൾക്കോ മനുഷ്യൻ്റെ പ്രാർത്ഥനകൾക്കോ മനുഷ്യൻ ചെയ്തു വരുന്ന കർമ്മങ്ങൾക്കോ ഒന്നും മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കാതിരിക്കുന്നതുകൊണ്ട് ഈ ഭൂമിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി വന്നു. മനുഷ്യനായി വന്നിട്ട് എന്താണ് ചെയ്തത് എന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. യെശയ്യാ പ്രവചനം
53 അധ്യായത്തിൻ്റെ 3 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ 4-5 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ അകൃത്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേലായി, നമ്മളുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേലായി എന്നാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ലോകത്തിലേക്ക് വന്ന എല്ലാ മനുഷ്യരും ജീവിക്കാൻ വേണ്ടിയാണ് വന്നത്, മരിക്കാനല്ല വന്നത്. എല്ലാവരും ജീവിക്കാൻ വന്നപ്പോൾ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് മരിക്കുവാൻ വേണ്ടി വന്ന വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രിയമുള്ളവരെ, അങ്ങനെ എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ചുമട് അത് മുഴുവൻ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. അങ്ങനെയാണ് യേശു ക്രിസ്തു രക്ഷിക്കുന്നത്. ഈ ശരീരത്തിൽ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തപ്പോൾ അന്ന് ഭരിച്ച ഭരണകർത്താക്കന്മാരായ റോമാക്കാർ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു കുറ്റവാളിയെപ്പോലുള്ള ശിക്ഷ കൊടുത്തു. ആ ശിക്ഷ എന്താണ് എന്ന് ചോദിച്ചാൽ കുരിശുമരണമാണ്. യഹൂദൻ്റെ നിയമപ്രകാരം കുരിശിൽ മരിക്കുന്ന ആളുകൾ ശാപയോഗ്യനാണ്. എന്നാൽ ആ ശാപകരമായ മരണം യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും പകരമായി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു കുരിശിൽ നിന്ന് ഇറങ്ങിപ്പോകാത്തത്? യേശു ക്രിസ്തു കുരിശിൽ നിന്ന് ഇറങ്ങിപ്പോകാത്തത് 3 ആണികൾ അടിച്ചു നിർത്തിയതുകൊണ്ടോ റോമൻ പടയാളികൾ ആയുധവുമായി നിൽക്കുന്നതുകൊണ്ടോ അല്ല. കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം മനുഷ്യനായി വന്നത് മനുഷ്യനെ രക്ഷിക്കാനാണ്, മനുഷ്യന് രക്ഷ നേടിത്തരുവാനാണ്. അതുകൊണ്ട് തൻ്റെ ശരീരത്തിൽ നമ്മളുടെ മുഴുവൻ പാപത്തിൻ്റെയും ശിക്ഷ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മളെ രക്ഷിക്കുന്നത്. കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്, കുരിശല്ല രക്ഷിക്കുന്നത്. കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവാണ് രക്ഷിക്കുന്നത്. യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ ശിക്ഷ ഏറ്റെടുത്തു. ലോകത്തിൽ മനുഷ്യനെ രക്ഷിക്കുവാൻ വന്ന ഏക രക്ഷിതാവേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് സ്വയം രക്ഷപ്പെടാൻ സാധിക്കാത്ത മനുഷ്യനെ രക്ഷിക്കുവാൻ രക്ഷിതാവായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആ നിലയിൽ ഇവിടെ അവതരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ അവതരിച്ച ഈ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മരിക്കുമ്പോൾ 2 കള്ളന്മാരുടെ നടുവിലാണ് യേശു ക്രിസ്തുവിനെ അവർ തൂക്കിയത്. അതിലൂടെ അവർ ചിത്രീകരിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ 2 കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഒരു വലിയ പെരുങ്കള്ളനാണ് എന്ന ചിത്രീകരണമാണ് അവിടെ നടന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പാപം ഇല്ലാത്തവനാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച കയ്യാഫാവിൻ്റെയും അതുപോലെ തന്നെ പീലാത്തോസിൻ്റെയും ഹേരോദാവിൻ്റെയും ഒക്കെ കോടതികൾ യേശുവിനെ വിസ്തരിക്കുമ്പോൾ യാതൊരു പാവവുമില്ലാത്ത വ്യക്തി എന്നാണ് വിസ്തരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാ പറഞ്ഞത് കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ഒറ്റിത്തന്നു എന്നാണ് താൻ പറയുന്നത്. അങ്ങനെ കുറ്റമില്ലാത്തവനായ വ്യക്തി, പാവമില്ലാത്തവനായ വ്യക്തി, യാതൊരു തിന്മയും കണ്ടെത്താൻ സാധിക്കാത്തവനായ വ്യക്തി എന്തുകൊണ്ട് കുരിശിൽ മരിച്ചു? എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്താണ് യേശുക്രിസ്തുവിൻ്റെ മരണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, സ്വയം രക്ഷ പ്രാപിക്കാൻ സാധിക്കാത്ത എല്ലാ വ്യക്തികളെയും രക്ഷിക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതാണ് ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി. ഇതാണ് മനുഷ്യന് ദൈവം ഒരുക്കിയ രക്ഷ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യന് സ്വയം രക്ഷ പ്രാപിക്കാൻ സാധിക്കില്ല. മനുഷ്യന് അസാധ്യമായ കാര്യമാണ് ആത്മരക്ഷ. അത് പാപിയായതുകൊണ്ടാണ്, പാപിക്ക് സ്വയം മടങ്ങി വരാൻ സാധിക്കാത്തത് കൊണ്ടാണ്. എന്നാൽ ഈ കുറ്റബോധം പേറി അലയുന്ന മനുഷ്യൻ താൻ പാപിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് തൻ്റെ പാപത്തിൻ്റെ ചുമട് ഏറ്റെടുത്ത് ചുമന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് യേശുക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മരിച്ചത് എൻ്റെയും കൂടെ പാപത്തിന് പകരമായിട്ടാണ് എന്നുള്ള കാര്യം സമ്മതിക്കുകയും അത് അംഗീകരിക്കുകയും അങ്ങനെ ആ കുരിശിൽ മരിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവന് ആത്മരക്ഷ സ്വന്തമാക്കുവാൻ സാധിക്കും. ഈ ആത്മരക്ഷ കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അവിടെ മാറ്റിവെച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ സൗജന്യമായിട്ട് ഈ രക്ഷ നമുക്ക് ലഭിക്കും. കാരണം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു എന്നാണ്. കാൽവറിയിലെ ക്രൂശിൽ കള്ളന്മാരുടെ നടുവിൽ ഒരു പെരുങ്കള്ളനെ പോലെ മരിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ യേശുക്രിസ്തുവിൻ്റെ മേൽ എൻ്റെയും നിങ്ങളുടെയും
ലോകത്തിലെ എല്ലാ പാപികളുടെയും പാപത്തിൻ്റെ കഠോരമായ ശിക്ഷ യാതൊരു കുറ്റവും ചെയ്യാത്ത യേശു ക്രിസ്തു ഏറ്റെടുത്ത് നിങ്ങളെയും എന്നെയും സൗജന്യമായി രക്ഷിക്കാൻ തീരുമാനിച്ച ദൈവിക പരിപാടിയുടെ പൂർത്തീകരണമാണ് കാൽവറിയിലെ ക്രൂശിൽ നടന്നത്. അതുകൊണ്ട് കാൽവറിയിലെ ക്രൂശിലൂടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സ്നേഹിക്കുകയാണ്. ഈ സ്നേഹം നിങ്ങൾ തിരിച്ചറിയണം. ക്രൂശിൽ നിങ്ങളുടെയും എൻ്റെയും പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം കൈമാറുകയാണ് ചെയ്തത്. ഇങ്ങനെയൊരു സംഭവം കേട്ടിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, PGക്ക് പഠിക്കുമെന്ന 10-20 കുട്ടികൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ അവരുടെ പിറന്നാൾ ദിവസങ്ങൾ അവർ ആഘോഷിക്കുമായിരുന്നു. എന്നാൽ അവരുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് പിറന്നാൾ ആഘോഷിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിൽ പുറമ്പോക്കിൽ ജീവിക്കുകയാണ് അമ്മയും മകളും. എന്നാൽ ആ കുട്ടിയുടെ പിറന്നാൾ ദിവസം വന്നപ്പോൾ കൂട്ടുകാരൊക്കെ ചെയ്തത് എന്താണെന്നറിയാമോ? അവൾ അറിയാതെ അവൾക്ക് വേണ്ടി ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങി അവൾക്ക് മനോഹരമായൊരു വീട് വെച്ചു. അതിനുശേഷം അവളുടെ പിറന്നാൾ ദിവസം അവളെയും അമ്മയെയും അവിടെ കൊണ്ടുപോയി ആക്കി. ആ കുട്ടികളുടെ ആ സ്നേഹ പ്രവൃത്തി കണ്ടിട്ട് ആ കൂട്ടുകാരിക്ക് കണ്ണു നിറഞ്ഞു, ആ അമ്മയ്ക്കും കണ്ണു നിറഞ്ഞു. എന്തൊരു സ്നേഹമാണ് അവർ ചെയ്തത്! ഒന്നുമില്ലാത്ത അവരെ ഈ നിലയിൽ സ്നേഹിച്ച ആ സ്നേഹം. പ്രിയമുള്ളവരെ, ഒരു കോളേജിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നടന്ന മാനുഷികമായ പരിഗണനയും സ്നേഹവുമാണ്. എന്നാൽ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടിതാവ് മനുഷ്യൻ ആത്മരക്ഷ വേണമെന്ന് കരുതിയപ്പോൾ ഈ സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ വന്നു. എൻ്റെയും നിങ്ങളുടെയും പാപത്തെ കണ്ടുകൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടിത്തരുവാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് കാൽവറിയിലെ ക്രൂശിൽ മരിച്ച് എനിക്കും നിങ്ങൾക്കും വേണ്ടി രക്ഷയൊരുക്കി. ഈ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ നിങ്ങൾ വാസ്തവമായിട്ട് നിങ്ങളൊരു പാപിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ എണ്ണമറ്റ പാവങ്ങൾക്ക് പരിഹാരം മതങ്ങൾക്ക് തരാൻ സാധിക്കില്ല, കണ്ടുപിടുത്തങ്ങൾക്ക് തരാൻ സാധിക്കില്ല. സാക്ഷാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് മാത്രമാണ് രക്ഷിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നാം വായിച്ച ഭാഗത്ത് മനുഷ്യർക്ക് അസാധ്യമായ രക്ഷ ദൈവത്താൽ സാധ്യമാണ്. ദൈവത്താൽ സാധ്യമായ ഈ രക്ഷ നിങ്ങൾ സ്വന്തമാക്കണമേ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. രാജാധിരാജനും കർത്താധികർത്തനും നീ, തേജസ്സിൽ വാസം ചെയ്യും പരിശുദ്ധനും. രാജാധിരാജനും കർത്താധികർത്തനും നീ, തേജസ്സിൽ വാസം ചെയ്യും പരിശുദ്ധനും. നിൻ തിരുനാമം നിസ്തുലമല്ലോ, പാടി സ്തുതിക്കുമെന്നായുസെല്ലാം. നിൻ തിരുനാമം നിസ്തുലമല്ലോ, പാടി സ്തുതിക്കുമെന്നായുസെല്ലാം. സ്തുതികളിൽ മഹത്വത്തിൽ ഉന്നതങ്ങളിൽ വസിക്കുന്ന മഹാദൈവം നീയല്ലയോ. നീ മാത്രമേക സത്യ ദൈവമെന്നറിയുവാൻ കൃപ തന്ന. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മനുഷ്യൻ എന്ത് നിരൂപിച്ചാലും അത് നേടിയെടുക്കുവാനായിട്ട് കഴിവുള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ നേട്ടങ്ങളും മനുഷ്യന് കൈവരിക്കാനായിട്ട് സാധിക്കും. സാമ്പത്തികമായി, ഭൗതികമായ നിലയിൽ, വിദ്യാഭ്യാസ രംഗത്ത്, ഇൻഫർമേഷൻ ടെക്നോളജി നിലയിൽ, അങ്ങനെ ഏത് മേഖലയിലും മനുഷ്യനൊന്നും അസാധ്യമാകുകയില്ല. എല്ലാ കാര്യങ്ങളും മനുഷ്യന് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു കാര്യം മാത്രം മനുഷ്യന് അസാധ്യമാണ് എന്ന് ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. എന്താണത്? മനുഷ്യന്റെ ആത്മരക്ഷയാണ്. മനുഷ്യന്റെ ആത്മരക്ഷ മനുഷ്യന് തന്നെ നേടിയെടുക്കുവാനായിട്ട് കഴിയുകയില്ല, അത് അസാധ്യമാണ്. എന്നാൽ ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യനെ രക്ഷിക്കുവാൻ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ്. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. എന്തുകൊണ്ട് നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം എന്നൊരു ചോദ്യമുണ്ട്. കാരണം മനുഷ്യൻ പാപിയാണ്. മനുഷ്യന് തൻ്റെ ആത്മാവിൻ്റെ രക്ഷ നേടിയെടുക്കുവാനായിട്ട് കഴിയുകയില്ല. പാപിയായിരിക്കുന്ന മനുഷ്യന് ദാനധർമ്മങ്ങൾ കൊണ്ടോ സൽപ്രവൃത്തികൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ ഒന്നും തൻ്റെ ആത്മാവിന് രക്ഷ നേടിക്കൊടുക്കുവാൻ കഴിയുകയില്ല. കാരണം ദൈവമുമ്പാകെ മനുഷ്യൻ പാപിയാണ് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ നോക്കി
അതേ കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആ കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന നിമിഷത്തിൽ നമുക്ക് ദൈവമക്കളായി തീരുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം എങ്ങനെ പറയുന്നു? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന്. അവനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തരും നീതിമാനുമാണ്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മുടെ പാപത്തിന്റെ അവസ്ഥയെ മനസ്സിലാക്കി ഞാനൊരു പാപിയാണെന്ന് ദൈവമുമ്പാകെ സമ്മതിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് അടുത്തു വന്നാൽ, ആ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചാൽ നമുക്കത് രക്ഷയ്ക്ക് കാരണമായി തീരും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം അവൻ കൊടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യന്റെ പാപത്തിന് യഥാർത്ഥമായിരിക്കുന്ന പരിഹാരം വരുത്തുവാനാണ് എന്നുള്ള വചനത്തിനായ നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ കൂദാശകൾ കൊണ്ടോ പ്രാർത്ഥനകൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഞങ്ങൾ കഴിയാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യനു വേണ്ടി മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി അതേ ക്രൂശിൽ അതേ തൻ്റെ ശരീരത്തെ യാഗമായി പ്രാശ്ചിത്ത യാഗമായി അർപ്പിച്ചിട്ടുണ്ട്. ആ കർത്താവിനെ നോക്കിക്കൊണ്ട് വിശ്വാസം അർപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷ സാധ്യമാണ് എന്നുള്ള അവിടുത്തെ വചനത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങ് ഈ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതർക്ക് അതേ ഈ കർത്താവിനെ അറിയുവാൻ, രക്ഷിക്കപ്പെടുവാൻ, നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ഹൃദയങ്ങളെ സ്പർശിക്കണമേ, ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ പ്രോഗ്രാമിന്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി